കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ വിലയിടിവിൽ നട്ടം തിരിഞ്ഞ സംസ്ഥാനത്തെ റംബൂട്ടാൻ കർഷകർ. കിലോയ്ക്ക് 300 രൂപ വരെ ലഭിച്ചിരുന്ന റംബൂട്ടാൻ ഇപ്പോൾ 100 രൂപയിൽ താഴെ മാത്രമാണ് വില. അതിനിടെ ഫോർട്ടികോപ്പ് വഴി റംബൂട്ടാൻ സംഭരിക്കുമെന്ന് ഉറപ്പ് നൽകി കൃഷി വകുപ്പും രംഗത്തെത്തി. മെയ് മാസം മുതൽ ഓഗസ്റ്റ് ആദ്യ വാരം വരെ റംബൂട്ടാൻ കൃഷിയുടെ വിളവെടുപ്പ് നാളുകളാണ്. എന്നാൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ മലയോര മേഖലകളിലെ റംബൂട്ടാൻ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ഏക്കർ കണക്കിന് തോട്ടങ്ങളിൽ ഇപ്പോഴും റംബൂട്ടാൻ പഴങ്ങൾ മരങ്ങൾ നിറയെ വലയിട്ട് മൂടിയ അവസ്ഥയിലാണ്. റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷികൾ പ്രതിസന്ധിയിലായപ്പോൾ പഴവർഗ്ഗ കൃഷി ഇറക്കിയാണ് കഴിഞ്ഞ 10 വർഷമായി കർഷകർ പിടിച്ചു നിന്നത്. കാലാവസ്ഥ വ്യതിയാനവും വിലയിടിവുമാണ് ഇത്തവണ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. കിലോയ്ക്ക് 300 രൂപ ഉണ്ടായിരുന്ന റംബൂട്ടാന് ഇന്ന് 100 രൂപയാണ് വില. ഒന്ന്, കാലാവസ്ഥയുടെ വ്യതിയാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെയൊക്കെ തോട്ടങ്ങൾ മെയ് ആദ്യം തൊട്ട് ഹാർവെസ്റ്റിംഗ് തുടങ്ങുമായിരുന്നു. അങ്ങനെ പല സമയത്തായിട്ടായിരുന്നു പലരുടെയും കൃഷിത്തോട്ടത്തിൽ. ഇത്തവണയും കാലാവസ്ഥ ഇങ്ങനെ ചതിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഒരേ സമയം വിളവെടുക്കേണ്ട സാഹചര്യം വന്നു. അതോടൊപ്പം ഇത് തമിഴ്നാട്ടിലേക്കുള്ള മാർക്കറ്റിന് വന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് തന്നെയാണെന്ന് ചോദിച്ചാൽ അവിടെ മഴ വന്നത് കാരണമാണെന്ന് തോന്നുന്നു. അങ്ങോട്ടും അങ്ങനെ എൻക്വയറി തീരെ കുറഞ്ഞു പോയി. വിളവായി കഴിഞ്ഞാൽ ഒരു പരമാവധി ഒരു 10, 20, 25 ഒരു മാസം വരെ അങ്ങേയറ്റം പോയാൽ ചെടിയിൽ നിൽക്കുകയുള്ളൂ. കർഷകർക്ക് കൈത്താങ്ങായി ഹോർട്ടികോർപ്പ് വഴി റംബൂട്ടാൻ സംഭരിച്ചു തുടങ്ങുമെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. കർഷകർക്കും കച്ചവടക്കാർക്കും ഒരുപോലെ ആശ്വാസമാകുമെന്ന് സർക്കാർ പറയുന്നു. ഈ ഒരു ക്രൈസിസ് കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനോട് ഇക്കാര്യം സംസാരിച്ചു. അദ്ദേഹം വളരെ വേഗതയിൽ ഇടപെട്ടു. ഹോർട്ടികോർപ്പിന്റെ ചെയർമാൻ എസ് വേണുഗോപാൽ അദ്ദേഹവുമായി സംസാരിച്ചു. അവരുടെ ഡെലിഗേഷനുമായിട്ടുള്ള ഒരു ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ 140 രൂപ വിലയ്ക്ക് ലഭിച്ചു. 140 രൂപ വിലയ്ക്കാണ് ഇപ്പോൾ പഴം ഹോർട്ടികോർപ്പ് സംഭരിക്കുന്നത്. കേരളത്തിൽ 300-ലധികം വരുന്ന ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളുണ്ട്. ആ ഔട്ട്ലെറ്റുകൾ വഴി നാളെയും മറ്റന്നാളുമായി ഇന്ന് ആദ്യപടിയായി സമാഹരിക്കുന്ന റംബൂട്ടാൻ പഴം വിതരണം ചെയ്യും. തുടർന്ന് വീണ്ടും ഗവൺമെന്റ് കൃഷി വകുപ്പ് കർഷകരെ സഹായിക്കാൻ റംബൂട്ടാൻ പഴം സമാഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. മധ്യ കേരളത്തിലെ റബ്ബർ കൃഷിയിലെ പ്രതിസന്ധി മറികടക്കാനാണ് കർഷകർ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്തു തുടങ്ങിയത്. റംബൂട്ടാൻ പഴം ഉണക്കി പാക്ക് ചെയ്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും നൂതന മാർഗങ്ങൾ കണ്ടെത്തണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ഈയിടെ ഇപ്പം ബോംബെക്കടുത്ത് മഹാരാഷ്ട്രയിൽ നിന്ന് കുറച്ച് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അവരൊരുവിധം വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ല സെലക്റ്റഡ് ആയിട്ടുള്ളത് മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ ഉള്ളൂ. അപ്പോൾ ഈ അവർ തിരിഞ്ഞ് ഉണ്ടാക്കുന്നതും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ വൈന്, അതുപോലെ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട് അങ്ങനെയൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു റിസർച്ചും കൂടെ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൃഷിഭവൻ തലത്തിലോ വല്ലതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാകും. ഇന്ത്യയിൽ 1% ആളുകൾ പോലും റംബൂട്ടാൻ പഴം ില്ലെന്ന് പഠനങ്ങൾ പറയുന്നു. ഇടുക്കിയിലെത്തുന്ന ഉത്തരേന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് റംബൂട്ടാൻ എന്നും കച്ചവടക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ കേരളത്തിന് വലിയ സാധ്യതകൾ റംബൂട്ടാൻ ഉൾപ്പെടെയുള്ള പഴവർഗ്ഗ കൃഷിയിൽ ഉണ്ടെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.